30 വയസ്സ് വരെ മരപ്പണിക്കാരനായിരുന്നു. അപ്പനോടൊപ്പം നിന്ന് വിയർത്ത് വിശന്ന് തളർന്ന ഒരു ചെറുപ്പക്കാരൻ 30-ാമത്തെ വയസ്സിൽ പ്രസംഗ തലങ്ങളിലേക്ക് ഇറങ്ങി. സാധാരണ ജനങ്ങളോടൊപ്പം മുട്ടിത്തട്ടി ഉരുമി ഉരഞ്ഞ് നടന്ന് പ്രസംഗിച്ചു. കവലകളിൽ, ഇടവഴികളിൽ, പെരുവഴികളിൽ, പട്ടണ പ്രാന്തങ്ങളിലൊക്കെ, നാൽക്കവലകളിൽ 5-6 വീട് കൂടുന്നതിനിടയിലൊക്കെ നിന്നുകൊണ്ട് പ്രസംഗിച്ചു. അതൊക്കെ ഭയങ്കര ജനാവലിയുടെ പെരുപ്പമായി. ആ പ്രസംഗകൻ്റെ ജീവിതം എന്തായിരുന്നു? ജീവിതം പ്രസംഗമായിരുന്നു, പ്രസംഗം ജീവിതമായിരുന്നു. താൻ പറഞ്ഞതൊക്കെ ജീവിതത്തിൽ അങ്ങനെ മാതൃകയാക്കിക്കൊണ്ട് നിലകൊള്ളാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഒയാസിസ് മീഡിയയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുകയാണ്. എഫെസ്യ ലേഖന പഠന പരമ്പരകൾ വളരെ താല്പര്യത്തോടുകൂടെ നിങ്ങളെല്ലാ എപ്പിസോഡുകൾക്കും വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാൻ കഴിയുന്നുണ്ട്. നിരവധി വിഭവങ്ങൾ മറ്റ് അഭിഷക്തരായ ദൈവദാസന്മാർ നിങ്ങൾക്ക് നൽകിത്തരുന്നുണ്ട്. അവയൊന്നും വിട്ടുകളയാതെ ദൈവവചനത്തിൻ്റെ ആധികാരികത അറിയുവാൻ, അതനുസരിക്കുവാൻ, അങ്ങനെ ആയിത്തീരുവാൻ വലിയവനായ ദൈവം ഏവർക്കും കൃപ തരട്ടെ. ഞങ്ങളുടെ ബഹുമാന്യരായ ആദരണീയരായ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൽ വന്ദനങ്ങൾ, സ്നേഹങ്ങൾ അറിയിക്കുകയാണ്. ഒയാസിസ് മീഡിയയുടെ പിന്നിൽ പ്രയത്നിക്കുന്ന സമർപ്പിതരും സാമർഥ്യമുള്ളവരുമായ കർത്തൃദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിരവധി പ്രതിസന്ധികളിലൂടെ, വെല്ലുവിളികളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. എങ്കിലും ഇത് ആരംഭിച്ചത് കർത്താവാണ് എന്നുള്ളതുകൊണ്ട് ആർക്കും ഇതിനെ ഇല്ലാതെയാക്കാൻ, അന്യാധീനപ്പെടുത്താനായിട്ട് കഴിയില്ല. കാരണം കർത്താവിൽ ആശ്രയിച്ച് ആരംഭിച്ചിട്ടുള്ളതൊക്കെ മുൻപോട്ട് ഗമിക്കാൻ കൃപ തരുന്നതും ഇതിനെ പൂർത്തീകരിക്കുന്നതുമൊക്കെ കർത്താവാണല്ലോ. ആകയാൽ പൗലോസ് പറഞ്ഞ വാചകത്തെ കടമെടുത്ത് പറയുന്നു, കർത്താവ് ഒയാസിസിന് തുണയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി വേറെ ആരും തുണയില്ല എന്ന് വന്നാലും കർത്താവ് തുണയാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആത്മീക വർധനവിന് ഇതിലെ ഓരോ വിഭവങ്ങളും ഉപകാരമായി തീരും. കർത്താവിൻ്റെ വലിയൊരു ദാസൻ സുനിൽ കൊടിത്തോട്ടം അവരുകൾ, അതുപോലെ കർത്താവിൻ്റെ ദാസൻ കുറിച്ചുമുട്ടം, അങ്ങനെ അനവധി ദൈവദാസന്മാർ വേണ്ടുന്ന വിഭവങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് നൽകിത്തരുന്നുണ്ട്. മറ്റ് അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ ഇനിയും നിരവധി വിശേഷപ്പെട്ട വിഭവങ്ങളുമായി ഒയാസിസ് മീഡിയയിൽ അണിനിരക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒയാസിസ് മീഡിയ നിന്നുപോയി എന്നോ അല്ലെങ്കിൽ അത് ഇനിയില്ല എന്നൊക്കെ, അതിനൊരു ദുർവ്യാധി പിടിച്ചുപോയി, അത് കിടപ്പിലായിപ്പോയി എന്നൊക്കെ ആക്ഷേപിക്കുന്നവരുടെ മുമ്പിൽ ജയോത്സവമായിട്ട് ഇതിനെ നടത്തുവാൻ കർത്താവിന് കഴിയും. കാരണം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആരംഭിച്ച മഹത്തായിരിക്കുന്ന ഒരു സുവിശേഷീകരണ പദ്ധതിയാണിത്. ഇതിൻ്റെ എല്ലാ നടത്തിപ്പും നിയന്ത്രണവും കർത്താവും കർത്താവിൻ്റെ ആത്മാവുമാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ചോദിക്കുന്നു. ഇതിലെ നോട്ട്സുകൾ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്കൊരാവശ്യമാണ്, പ്രചോദനമാണ്. നിങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലേഖനങ്ങളിൽ വെച്ച് ഏറ്റവും ഗൗരവമായ, ലേഖനങ്ങളുടെ രാജ്ഞി എന്ന് വിളിപ്പേരുള്ള എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യത്തിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുക. അപ്പോസ്തലനായ പൗലോസിൻ്റെ 2 വിലപ്പെട്ട പ്രാർത്ഥനകൾ ഈ ലേഖനത്തിൽ തന്നെ ഉണ്ട് എന്ന മുൻ എപ്പിസോഡുകളിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുഖവരിയിലൊക്കെ അത് കാര്യമായി പ്രസ്താവിച്ചതാണ്. വീണ്ടും ആവർത്തിക്കുകയാണ്. പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ആ പ്രാർത്ഥനാ മനുഷ്യൻ തൻ്റെ അനുവാചകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിശക്തമായ 2 പ്രാർത്ഥനകൾ, 1-ാം അധ്യായം 15 മുതൽ 19 വരെ, 3-ാം അധ്യായം 14 മുതൽ 19 വരെ. 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന ഹൃദയദൃഷ്ടിയുടെ പ്രകാശനത്തിന് വേണ്ടിയായിരുന്നു. 2-ാം അധ്യായത്തിലെ 3-ാം അധ്യായത്തിലെ 2-ാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് അകത്തെ മനുഷ്യൻ്റെ ശാക്തീകരണമാണ്. അതുമായി ബന്ധപ്പെട്ട ആമുഖ ചിന്തകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. താൻ മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുക. അത് തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോടുള്ള വിധേയത്വവും വിനയവും എളിമയും താഴ്മയും സൗമ്യതയും ഞാനൊന്നുമല്ല എന്ന ഏൽപ്പിച്ചു കൊടുക്കലുമാണ്. അത് കർത്താവ് ആദരിച്ചിട്ടാണ് തന്നെ പിന്നീട് ക്രൈസ്തവ ലോകത്തിൽ ക്രിസ്തു കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രദ്ധേയമായ ഒരാളത്വമായി മാറ്റുന്നത്. ക്രൈസ്തവ സംഘടനയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ മാർഗത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒട്ടും സംശയമില്ലാതെ നമുക്ക് പറയാം, അത് ക്രിസ്തു യേശു തന്നെയാണ്. മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി പാർത്തലത്തിൽ ജഡധാരണം സ്വീകരിച്ചു വന്ന മഹാദൈവമായവൻ, സത്യദൈവമായവൻ, ആ കർത്താവ് തന്നെയാണ് ക്രൈസ്തവ മാർഗത്തിൻ്റെ സ്ഥാപകൻ എന്ന് നമുക്കറിയാം. എന്നാൽ രണ്ടാമത് ഒരു സ്ഥാപകനുണ്ടോ എന്ന് ചോദിച്ചാൽ, അതായത് ക്രിസ്തു എന്ന സ്ഥാപകനോടൊപ്പം അതേ നിലയിൽ ക്രിസ്തുവിനാൽ ഉപയോഗിക്കപ്പെട്ട ഒരാളത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം ലവലേശം വേണ്ട. അത്
പൗലോസ് തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെ മുടിക്കേണ്ടതിന് വേണ്ടി ഇറങ്ങിയവൻ, സഭയെ വളർത്തേണ്ടതിന് വേണ്ടി പിന്നെ അക്ഷീണം പ്രയത്നിച്ചത്, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സഭയിലെ ഓരോ വിശ്വാസികളെക്കുറിച്ചും അദ്ദേഹത്തിന് അകമഴിഞ്ഞ കാഴ്ചപ്പാടാണ്. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, പ്രകാശിക്കുന്നതിലൂടെ അവർ നേടേണ്ടതായിരിക്കുന്ന ആത്മീക നേട്ടങ്ങൾ, അവരുടെ അകത്ത മനുഷ്യൻ ശാക്തീകരിക്കപ്പെടണം, അതിലൂടെ അവർ ആർജിച്ചെടുക്കേണ്ടതായിരിക്കുന്ന ചില നന്മകൾ, അവർ ജയം പ്രാപിക്കേണ്ട ചില മേഖലകൾ, ഇതെല്ലാം പൗലോസ് ആത്മാവിൽ പ്രാർത്ഥിച്ച് നമ്മെ അനുഗ്രഹിക്കുകയാണ്. 16-ാമത് വാക്യത്തിലേക്ക് നമുക്ക് വരാം. അത് അനുഗ്രഹീതമായ ഒരു വേദശകലമാണ്. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുക എങ്ങനെയാ? തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മൾ അവൻ്റെ ആത്മാവിനാൽ. ഈ അവൻ്റെ എന്നൊക്കെയുള്ള ആവർത്തിച്ചുള്ള പ്രയോഗം മലയാള ബൈബിളിൻ്റെ ഒരു പ്രശ്നമാണ്. സത്യത്തിൽ അവിടുത്തെ എന്ന പ്രയോഗമാണ് ഒന്നുകൂടെ ആദരണീയമായിട്ടുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ ആ ഔന്നത്യം, ആ ഉത്തുംഗ പ്രതാപത്തെ നമ്മൾ മലയാള ഭാഷയുടെ പരിമിതി കൊണ്ടാക്കി അവനെന്നും നീയെന്നും നിൻ്റെ എന്നൊക്കെ കയറി പറയുക. അപ്പോൾ ക്രിസ്തുവേശുവിൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നമ്മളകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. പ്രിയരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 തലങ്ങൾ ഉണ്ട് അദ്ദേഹത്തിന്. ഒന്ന് ബാഹ്യതലം, 2 ആന്തരിക തലമാണ്. ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും. ബാഹ്യ മനുഷ്യനെയാണ് നമുക്ക് കാണാൻ, അറിയാൻ, അനുഭവിക്കാൻ, തൊടാൻ ഒക്കെ നമുക്ക് കഴിയുന്നത് ബാഹ്യ മനുഷ്യനെയാണ്. ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തുന്നത് ബാഹ്യ മനുഷ്യൻ്റെ പ്രകടനം കണ്ടുകൊണ്ടാകാം. ആ മനുഷ്യൻ തൻ്റെ ബാഹ്യ മനുഷ്യൻ്റെ ഇന്ദ്രിയ വ്യവസ്ഥിതികളുടെ ചേതന അനുസരിച്ചാണ് പലതും അറിയുന്നത്, കേൾക്കുന്നത്, കാണുന്നത്, തൊടുന്നത്, അനുഭവിക്കുന്നത്. എന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അകത്ത മനുഷ്യനും ഈ ഇന്ദ്രിയ വ്യവസ്ഥിതികളുണ്ട് എന്ന് നമ്മൾ അറിയാതെ പോകരുത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഈ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഈ ബാഹ്യ മനുഷ്യൻ അഥവാ പുറത്തെ മനുഷ്യന് കണ്ണുള്ളതുപോലെ അകത്ത മനുഷ്യന് കണ്ണുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ബാഹ്യ മനുഷ്യന് കാതുള്ളതുപോലെ അകത്ത മനുഷ്യന് കാതുണ്ട്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ 7 പ്രാവശ്യം പറയുന്നുണ്ട്, 2-3 അധ്യായങ്ങളിൽ ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് ബാഹ്യതലത്തിൻ്റെ ചെവിയല്ല, ബാഹ്യമനുഷ്യൻ്റെ ചെവിയല്ല, പകരം അകത്ത മനുഷ്യൻ്റെ ചെവിയാണ്. ബാഹ്യമനുഷ്യൻ കേട്ടോണ്ടാണല്ലോ ഇരിക്കുക. എന്നാൽ ആത്മാവ് പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടിട്ട് ജീവിക്കാൻ കഴിയുക. തള്ളേണ്ടതിനെ തള്ളാനും കൊള്ളേണ്ടതിനെ കൊള്ളാനും ആകേണ്ടതുപോലെ ആകാനും ആകരുതാത്തതുപോലെ ആകാതിരിപ്പാനും ഒക്കെ കഴിയണമെങ്കിൽ അകത്ത മനുഷ്യൻ്റെ കാത് ശ്രദ്ധിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അകത്ത മനുഷ്യന് ഇന്ദ്രിയ വ്യവസ്ഥിതികളുണ്ട്. അത് നേരാംവണ്ണം നിയോഗിക്കപ്പെടണമെങ്കിൽ, പ്രയോജനപ്പെടണമെങ്കിൽ ക്രിസ്തുയേശുവിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിതമാക്കപ്പെട്ടേ പറ്റുകയുള്ളൂ. ഈ ആത്മീയ തലത്തിൽ പലതും നമ്മൾ ശ്രദ്ധിച്ചാൽ, പലരെയും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാഹ്യമണ്ഡലത്തിൻ്റെ പ്രകടനങ്ങൾ കണ്ടാൽ അടുത്ത ഒരാളിനെ ഉടലോടെ കർത്താവ് മുകളിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നുണ്ടെങ്കിൽ ഈ പുള്ളിയാണ് നമുക്ക് തോന്നിപ്പോവും. എന്നാ ആരാധന, എന്നാ പ്രൈസ് ആൻഡ് വർഷിപ്പ്, എന്നാ ശക്തമായ അന്യഭാഷാ ഭാഷണം ഒക്കെ ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അകത്ത മനുഷ്യൻ്റെ തൽസ്വരൂപം, തനിസ്വരൂപം അറിയാവുന്നത് കർത്താവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ആത്മീയത എന്ന് പറയുന്നത് ഒരിക്കലും ബാഹ്യമണ്ഡലത്തിൻ്റേത് മാത്രമാകരുത്. അകത്ത മനുഷ്യൻ്റെ സംശുദ്ധമായ, സുതാര്യമായ, സുദൃഢമായ അനുഭവത്തിലേക്ക് വന്നേ പറ്റുകയുള്ളൂ. കാരണം കർത്താവിൻ്റെ ക്യാമറ കണ്ണുകൾ ബാഹ്യമണ്ഡലത്തിൻ്റെ ചലനങ്ങളിൽ മാത്രം സംപ്രീതമാകുന്നില്ല, പകരം നമ്മുടെ അകത്ത മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ആ കണ്ണുകൾക്ക് തൃപ്തിയാകുമാറ് ഒരന്തരംഗത്തിൻ്റെ വിശുദ്ധ വ്യവസ്ഥിതിയെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. അത് നമ്മളറിയാതെ പോകരുത്. ഈ 24-ാം സങ്കീർത്തനം നമുക്കറിയാമല്ലോ. അതിൻ്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. അവൻ, അങ്ങനൊരു പ്രയോഗമുണ്ട്. 5-ാം വാക്യമാണ് 24-ൻ്റെ 5-ാം വാക്യം. അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ആരെയാണ് ഈ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? തൻ്റെ ദൈവത്തോട് നീതിയും അനുഗ്രഹവും പ്രാപിക്കാൻ ഒരുവൻ ഉണ്ട്. അതാരാണ്?
തൊട്ട് താഴത്തെ വാക്യം, 4-ാമത് വാക്യം വായിക്കുമ്പോൾ, അന്തരംഗം ശുദ്ധമായിരിക്കുന്ന ഒരു വ്യക്തി, കൈകൾ വെടിപ്പാകണം, ഹൃദയം ശുദ്ധമാകണം, അങ്ങനെ ഒരുവനുണ്ടെങ്കിൽ. അതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നു വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെ എന്നൊക്കെ പറയുന്ന കുറേ ക്വാളിറ്റി പറഞ്ഞിട്ട് പറയുകയാണ്, ഹൃദയം ശുദ്ധമായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ യഹോവയുടെ അനുഗ്രഹം പ്രാപിക്കും. ഈ കൈയുടെ വെടിപ്പെന്നൊക്കെ പറയുന്നത് ബാഹ്യമണ്ഡലത്തിൻ്റെ വിശുദ്ധിയാണ്. അതുപോലെ തന്നെ അകത്തെ ഹൃദയം ശുദ്ധമാകണം. ഹൃദയം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? രക്തചംക്രമണത്തിന് വേണ്ടി നെഞ്ചകത്തിനകത്ത് ദൈവം പണിത് വെച്ചിട്ടുള്ള മാംസം കൊണ്ടുള്ള ഒരു അവയവത്തെ അല്ല. ഒരു പുരുഷൻ അവൻ്റെ വലത് കൈ ഒന്ന് മുഷ്ടി ചുരുട്ടിയാൽ അതിൻ്റെ അത്രയും വലിപ്പമുള്ളതാണ് അവൻ്റെ ഹൃദയമെന്നൊക്കെ നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പം വൈദ്യശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന ഹൃദയമല്ല ദൈവശാസ്ത്രത്തിലെ ഹൃദയമെന്ന് നമ്മൾ അറിയണം. ദൈവശാസ്ത്രത്തിലെ ഹൃദയം അകത്തെ മനുഷ്യൻ മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഒരാളത്വത്തെയാണ് വ്യക്തമാക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ആ ആളത്വം ആത്മശക്തിയാൽ പ്രബലമാകണം. അതാണ് പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ അകത്ത മനുഷ്യൻ പ്രബലമാകുക, അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുക, അതിൻ്റെ ലക്ഷണം എന്താണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിന് ഞാൻ എഫെസ് ലേഖനം തന്നെ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. ഈ അകത്ത മനുഷ്യൻ ശക്തീകരിക്കപ്പെട്ടാൽ, എഫെസ് ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, അവൻ വിശുദ്ധനും നിഷ്കളങ്കനുമായി ജീവിക്കാൻ പറ്റും. എഫെസ് ലേഖനത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങി വരികയാണ്. ഓക്കെ, 3-ാം അധ്യായത്തിൻ്റെ 16-ാമത് വാക്യത്തിൽ പറയുന്ന അകത്ത മനുഷ്യൻ ശക്തീകരിക്കപ്പെട്ടാൽ അവൻ വിശുദ്ധ ജീവിതം നയിക്കും, നിഷ്കളങ്ക മാർഗത്തിലായിരിക്കും. കാരണം നമ്മുടെ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ വിശുദ്ധനാകുക ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും, നിഷ്കളങ്കരാകുക, ഇത് സാധ്യമാകണമെങ്കിൽ, ഇത് കരഗതമാകണമെങ്കിൽ, ഈ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തപ്പെടാൻ പറ്റണമെങ്കിൽ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടെങ്കിലേ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ബാഹ്യതലം ആത്മീയവും ആന്തരിക തലം അനാത്മീയവുമാകും. ദുഷിച്ച് പുറത്തു പറയാൻ പറ്റാത്തതായിരിക്കുന്ന ചില ദുഷിച്ച സ്വഭാവങ്ങൾ അകത്ത് വെച്ചുകൊണ്ട് ഭയങ്കര തിയോളജിയൊക്കെ പറയാൻ പലർക്കും പറ്റും. ഗംഭീരമായി വേദികളിൽ ശോഭിക്കാനായിട്ടൊക്കെ പറ്റും. അതിൻ്റെ സംഗതി എന്ന് പറയുന്നത് അകത്ത മനുഷ്യന് ശക്തിയോടെ ബലപ്പെട്ടെങ്കിൽ മാത്രമേ ഈ വിശുദ്ധിയും നിഷ്കളങ്കതയും സൂക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. 1-ാം അധ്യായത്തിലെ ചിന്തയത. ഇനി 2-ാം അധ്യായത്തിലേക്ക് വന്നേ. അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിർമ്മിക്കുന്ന മന്ദിരമായി ദൈവത്തിന് നാം നിവാസമാകുകയുള്ളൂ. ബോധ്യമായെന്ന് കരുതുകയാണ്. അത് 2-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ക്രിസ്തുവിൽ നാം അടിസ്ഥാനപ്പെടുക, ആത്മാവ് നമ്മെ പണിയുക. എന്തിനു വേണ്ടി? ദൈവത്തിന് നിവാസമായ മന്ദിരമാകാൻ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവം വസിക്കാനുള്ള മന്ദിരമാണ്. ഈ മന്ദിരം പണിയുന്ന എൻജിനീയർ ആരാണ്? പരിശുദ്ധാത്മാവാണ്. എവിടെയാണ് ഇത് പണിതിരിക്കുന്നത്? അതിൻ്റെ അടിസ്ഥാനം എവിടെയാണ്? ക്രിസ്തുവിലാണ്. അപ്പം ഞാനിങ്ങനെ പറയാം, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടുന്ന ദൈവത്തിന് നിവാസമാകാനുള്ളൊരു മന്ദിരമായി നമ്മൾ പരിണമിക്കണമെങ്കിൽ, അത് വൺ ഇവൻ്റ് അല്ല. ഒരിക്കൽ അങ്ങനെ പണിത് അങ്ങനെ രൂപപ്പെട്ട ശേഷം പിന്നീട് നമുക്ക് എങ്ങനെയെങ്കിലും ആകാമെന്നുള്ളതല്ല. ദിനേന എല്ലായ്പ്പോഴും ഈ പാർത്തലത്തിൽ നിന്ന് നമ്മൾ അങ്ങേ ലോകത്തിലേക്ക്, നാം പ്രത്യാശിക്കുന്ന ഭാവി കാലത്തിലേക്ക്, നാം പ്രത്യാശിക്കുന്ന ഭാവി ലോകത്തിലേക്ക് ചേക്കേറുന്നത് വരെ ദൈവനിവാസമാകത്തക്ക നിലയിൽ നമ്മുടെ ശരീരമെന്ന മന്ദിരത്തെ നമുക്ക് കാക്കാൻ കഴിയണമെങ്കിൽ അകത്ത മനുഷ്യന് ശക്തിയോടെ ബലപ്പെട്ടേ പറ്റുകയുള്ളൂ. പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? അവരുടെ ശരീരം ദൈവാധിവാസത്തിന് യോഗ്യമല്ലാത്തതാണ്. അവരുടെ പാട്ട് കൊള്ളാം, ആരാധന. ഞാൻ ഭയത്തോടെ പറയുകയാണ്. പലരുടെയും പാട്ട് കൊള്ളാം, പലരുടെയും ആരാധനയുടെ ആ നേരത്തെ അവരെ നോക്കിയാൽ നമുക്ക് കൊള്ളാം. പ്രചോദനമാണ് അവരുടെ അന്യഭാഷയുടെ താളവും അതിൻ്റെ ഈണവും. പ്രഭാഷണത്തിൻ്റെ കല വളരെ ഗംഭീരമാണ്. അവരുടെ ആ സൗമ്യതയും ഒക്കെ വളരെ നമുക്ക് ആകർഷണീയമായി തോന്നാം. പക്ഷേ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടായിക കൊണ്ട് അവസരത്തിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് പാപത്തിലേക്ക് മൂക്കുകുത്തിപ്പോകുന്നു. അവരുടെ അകത്ത് ദൈവത്തിന് വസിക്കാനായിട്ട് കഴിയുന്നില്ല. ദൈവാധിവാസയോഗ്യമായ മന്ദിരമാണ് നമ്മളിവിടെ മോസ്ക് കൊണ്ട്, നമ്മളിവിടെ അൾത്താര കൊണ്ട്, നമ്മളിവിടെ ശില്പചാതുര്യത കൊണ്ട് ക്ഷേത്രങ്ങളും മോസ്കുകളും പള്ളികളും പണിയാനുള്ള വലിയ വ്യഗ്രതയിലാണ്. അതിന് നമുക്ക് കമ്പി വേണം, കട്ട വേണം, കല്ല് വേണം, സിമെൻറ്റ് വേണം, പെയിൻറ്റ് വേണം, തടി വേണം, അങ്ങനെയുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ ഒത്തിരി വേണം. പിന്നെ ഇതെല്ലാം കൂടെ യഥോചിത ഭംഗിയെ കൂട്ടി യോജിപ്പിക്കാൻ ലക്ഷങ്ങൾ, കോടികൾ വേണം നമുക്ക്.
പക്ഷേ ദൈവം കാൽവരിയിൽ തൻ്റെ പുത്രനെ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടി നൽകിത്തന്ന രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ ആ മഹത്തായ ത്യാഗം, ആ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി ഓർക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ തിന്മയ്ക്ക് വിട്ടുകൊടുക്കാതെ ആ മഹാദൈവത്തിന് വാസം ചെയ്യാനുള്ള മന്ദിരമായി തന്നെ സൂക്ഷിക്കാൻ കഴിയണം. ചിലരെ സംബന്ധിച്ചിടത്തോളം വലിയ പാപങ്ങളൊന്നുമില്ല, വ്യഭിചാരമോ കൊലപാതകമോ മോഷണമോ മറ്റു തരമായിരിക്കുന്ന ദൈവം വെറുക്കുന്ന മാരകദോഷങ്ങളൊന്നുമില്ല. പക്ഷേ മാറാല പിടിച്ച് ചുക്കിലുവല കൊണ്ട് പ്രാർത്ഥനയില്ല, ആരാധനയില്ല, വചനധ്യാനമില്ല, ഒരുമാതിരി ആർക്കും ദോഷമില്ലാത്ത പരുവത്തിൽ, എന്നാൽ ആർക്കും ഗുണമില്ലാത്ത പരുവത്തിൽ ചില വീടുകളുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ ചില വീടുകൾ ആൾതാമസമില്ല. അതിനകത്ത് ആൾതാമസമില്ലാത്തത് കൊണ്ട് അതിനകത്ത് അവകാശം പറയുന്ന കുറേ നരിച്ചീറും കുറേ പെരിച്ചാഴിയും ചെലന്തിയും എട്ടുകാലിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ചിലരുടെ അകത്തളം, അവരുടെ മന്ദിരം അങ്ങനെയായി പോകാറുണ്ട്. അത് പാടില്ല. ദൈവത്തിന് നിവാസമായിട്ട് സദാ ആത്മിക ജാഗ്രതയിൽ നിൽക്കാൻ കഴിയണമെങ്കിൽ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടേ പറ്റൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനിയും 3-ാം അധ്യായത്തിലേക്ക് വരൂ. അപ്പോൾ ഈ അകത്ത മനുഷ്യ ശക്തിയോടെ ബലപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ എഫെസ്യ ലേഖനത്തിലൂടെ നമ്മളിങ്ങനെ കോർത്തിണക്കി പോവുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് വന്നാൽ 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ആ സുവിശേഷത്തിന് ഞാൻ ശുശ്രൂഷകനായി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ശുശ്രൂഷ എന്താണ്? അവൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച്, ആരുടെ? ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് ജാതികളോട് പ്രസംഗിക്കേണ്ടതിന് എന്നെ പ്രാപ്തനാക്കി. ആ പ്രസംഗ ശുശ്രൂഷ 8-ാം വാക്യം. അടുത്ത 9-ാം വാക്യം, അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കേണ്ടതിന്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രസംഗം ഒരു വ്യക്തി ആണോ പെണ്ണോ ആകട്ടെ, ഓക്കെ, ഒരു കർത്തൃദാസനോ കർത്തൃദാസിയോ ആകട്ടെ, ദൈവവചനം പ്രസംഗിക്കുന്നത് ഭാഷ കൊണ്ട്. അത് മലയാളം കൊണ്ടോ തമിഴ് കൊണ്ടോ ഹിന്ദി കൊണ്ടോ ഇംഗ്ലീഷ് കൊണ്ടോ മറ്റു ഭാഷ കൊണ്ടോ പ്രസംഗിക്കുക. അത് 8-ാം വാക്യം. പക്ഷേ 9-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കണം. പ്രിയരെ, പ്രസംഗം ഭാഷ കൊണ്ടാണെങ്കിൽ പ്രകാശനം പ്രസംഗകൻ്റെ ജീവിതം കൊണ്ടാണ്. അതാണ് അകത്ത മനുഷ്യൻ ബലപ്പെട്ടാലുള്ള ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലിയ ലക്ഷണം. അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട ഒരു പ്രസംഗകൻ്റെ ഏറ്റവും വലിയ ലക്ഷണം, ആ പ്രസംഗം എന്താണോ അതിനനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. എന്ന് പറഞ്ഞാൽ പ്രസംഗവും ജീവിതവും പരസ്പര പൂരകമായി കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു, പരസ്പര ലയനമാകുന്നു. ജീവിതമാണ് പ്രസംഗം, പ്രസംഗമാണ് ജീവിതം. അങ്ങനെ അധികം പേരുണ്ടോ? ഇല്ല. ഇനി അധികം പേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരഞ്ഞ് നമ്മൾ നടന്ന് കുഴയണ്ട. ഒരുവനെ ഞാൻ പരിചയപ്പെടുത്തുന്നു അഭിമാനത്തോടെ, അത് വേറെ ആരുമല്ല, നസറേത്തിലെ ഒരു മരപ്പണിക്കാരൻ. 30 വയസ്സ് വരെ മരപ്പണിക്കാരനായിരുന്നു. അപ്പനോടൊപ്പം നിന്ന് വിയർത്ത് വിശന്ന് തളർന്ന ഒരു ചെറുപ്പക്കാരൻ 30-ാമത്തെ വയസ്സിൽ പ്രസംഗ തലങ്ങളിലേക്ക് ഇറങ്ങി. സാധാരണ ജനങ്ങളോടൊപ്പം മുട്ടിത്തട്ടി ഉരുമി ഉരഞ്ഞ് നടന്ന് പ്രസംഗിച്ചു. കവലകളിൽ, ഇടവഴികളിൽ, പെരുവഴികളിൽ, പട്ടണ പ്രാന്തങ്ങളിലൊക്കെ, നാൽക്കവലകളിൽ 5-6 വീട് കൂടുന്നതിനിടയിലൊക്കെ നിന്നുകൊണ്ട് പ്രസംഗിച്ചു. അതൊക്കെ ഭയങ്കര ജനാവലിയുടെ പെരുപ്പമായി. ആ പ്രസംഗകൻ്റെ ജീവിതം എന്തായിരുന്നു? ജീവിതം പ്രസംഗമായിരുന്നു, പ്രസംഗം ജീവിതമായിരുന്നു. താൻ പറഞ്ഞതൊക്കെ ജീവിതത്തിൽ അങ്ങനെ മാതൃകയാക്കിക്കൊണ്ട് നിലകൊള്ളാനിടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കുക, ആ പ്രസംഗകനെ മാത്രം റോൾ മോഡലാക്കിയാൽ മതി. പിന്നെ ഞാൻ ഉറപ്പ് തരാം, പൗലോസ് എന്ന പ്രസംഗകൻ ജീവിതം തന്നെയാണ് പ്രസംഗം തന്നെയാണ് ജീവിതം. അതിൻ്റെ ആകത്തുക താനെ പറയുന്ന ഒരു വാക്യമാണ് 1 കൊരിന്ത്യർ 9-ാം അധ്യായം 27-ാം വാക്യം. 1 കൊരിന്ത്യർ 9:27 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി മാറാതിരിക്കേണ്ടതിന് ഞാൻ എന്നെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു എന്ന്. അത് പറയാനുള്ള തൻ്റെ ഇടം, നെഞ്ചുറപ്പ് പൗലോസല്ലാതെ വേറെ ആരും കാണിച്ചിട്ടില്ല. യേശു പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ. ആ യേശുവിനെ അനുഗമിച്ച് ഒരുവനായി നിന്നുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീൻ. നിങ്ങൾ എന്നിൽ കണ്ടത്, കേട്ടത്, പഠിച്ചത്, ഗ്രഹിച്ചതെന്നൊക്കെ പറയാനുള്ള ആ നെഞ്ചുറപ്പില്ലേ, അത് തൻ്റെ പ്രസംഗവും ജീവിതവും പരസ്പര പൂരകമായിരുന്നത് കൊണ്ട്. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അകത്ത മനുഷ്യൻ ശക്തീകരിക്കപ്പെട്ടാൽ അവൻ്റെ പ്രസംഗവും ജീവിതവും പരസ്പര പൂരകമായിരിക്കും. അതാണ് 3-ാമത്തെ ലക്ഷണം. ഇനി 4-ാമത്തെ ലക്ഷണത്തിലേക്ക് വരാം. എഫെസ്യ ലേഖനം തന്നെ 4-ാം അധ്യായം 23-ാമത് വാക്യം, 24-ാമത് വാക്യം. അവിടെ പറയുന്നത്, സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി മാറുന്നു. അകത്ത മനുഷ്യൻ ശക്തീകരിക്കപ്പെട്ടവൻ്റെ ലക്ഷണം അതാ, ദൈവാനുരൂപത്തിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഉപദേശി ദൈവത്തിന് രൂപമുണ്ടോ?
ദൈവത്തിന് രൂപമുണ്ടോ? ദൈവത്തിന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് രൂപം ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഇവിടുത്തെ മതങ്ങൾ കണഞ്ഞ് പരിശ്രമിക്കുന്നത്. രൂപമില്ലാത്ത ദൈവങ്ങളെ ആവാഹനങ്ങളായി സങ്കല്പങ്ങളായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ദൈവത്തിന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് രൂപമുണ്ട്. നമുക്കറിയേണ്ടതിന് ദൈവം ഒരു രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് വന്നു. അതാണ് യേശു. മനസ്സിലായില്ലേ? അതാണ് യേശു. മനുഷ്യനവൻ്റെ ശരീരം കൊണ്ട് ചെയ്ത്, അവൻ്റെ മനസ്സുകൊണ്ട്, മനസാക്ഷി കൊണ്ട് ചെയ്ത പാപത്തിന് പരിഹാരമാകാൻ ദൈവം മനുഷ്യനായി തന്നെ ഇവിടേക്ക് വന്നു. അതാണ് ജഡധാരണം. ഹി മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. നല്ല ഇംഗ്ലീഷ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്നാണ്. ദൈവം തന്നെ മനുഷ്യനായിട്ട് വന്നു. അതാണ് ദൈവാനുരൂപം. യേശുവിൻ്റെ രൂപം അതാണ് ദൈവാനുരൂപം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അകത്തെ മനുഷ്യന് ശക്തിയോടെ ബലപ്പെട്ടാൽ നമ്മൾ യേശുവിനെ പോലെയാകണം. നാഗൽ സാഹിബ് നമുക്ക് പാടാൻ തന്നൊരു പാട്ടുണ്ട്, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ എന്നൊക്കെയുള്ള പാട്ട്. അതിനോട് ചേർത്ത് പാടാവുന്നത് ശിഷ്യനാകുന്ന എന്നെയും അങ്ങെ പോലെ ആക്കണം മുഴുവനായി ക്രിസ്തുവെ പോലെയാകാൻ. അതാണ് ദൈവാനുരൂപം. പക്ഷേ അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൻ്റെ ഫലമായി നീതി, വിശുദ്ധി, ഈ മൂന്ന് കാര്യങ്ങൾ ക്രമാനുഗതമായിട്ട് നേർരേഖയിലേക്ക് വന്നെങ്കിലേ നാം ദൈവാനുരൂപമാകുകയുള്ളൂ. എന്താ സത്യം? ദൈവവചനമാ സത്യം. വചനമെന്ന സത്യത്തിൻ്റെ അനന്തരഫലമായി നീതി. നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്വീകാര്യമായ നമ്മുടെ നിലപാടാണ്. നമ്മൾ ചെയ്തത്, കണ്ടത്, കേട്ടത്, പോയത്, വന്നത്, വാങ്ങിയത്, കൊടുത്തത്, ഓക്കെ, നമ്മുടെ ബന്ധങ്ങൾ, ഭാര്യയോടുള്ള ബന്ധം, ഭർത്താവിനോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, മാതാപിതാക്കളോടുള്ള ബന്ധം, ഇതെല്ലാം ദൈവത്തിന് സ്വീകാര്യമാകണം. ദൈവത്തിന് സ്വീകാര്യമാകണം. അതിനകത്തൊരിക്കലും ആത്മവഞ്ചന ഉണ്ടാകാൻ പാടില്ല, വിശ്വാസപാതകം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ലൈഫാണെന്ന് പറഞ്ഞാലും ജീവിത പങ്കാളിയോട് അത്ര കണ്ട് വിശ്വസ്തമല്ലെങ്കിൽ അത് വിശ്വാസപാതകമാണ്. അത് ദൈവത്തിന് സ്വീകരിക്കാൻ പറ്റില്ല. ഓക്കെ, സാമ്പത്തിക കാര്യങ്ങൾ, മറ്റുതര മേഖലകളൊക്കെ തന്നെ അവിശ്വസ്തതയില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. കറ ചുളുക്കം വാട്ടം മാലിന്യം എന്നൊക്കെ പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ വചനമനുശാസിക്കുന്ന വിശുദ്ധിയുടെ തട്ടകത്തിൽ നമുക്ക് നേരെയാകാൻ കഴിയണം. അതാണ് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും, ഓക്കെ, പിന്നെ വിശുദ്ധിയിലും. വിശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന അവസ്ഥയാണ് നാം എന്ന ബോധ്യത്തോടുകൂടെ. ടു ബി സെപ്പറേറ്റഡ് ഫോർ ഗാഡ് ഓൺലി, അതാണ് വിശുദ്ധി. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ദൈവാനുരൂപത്തിലേക്ക് വരിക. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടു എന്ന് നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, കൂട്ടുകാർക്ക് ബോധ്യമാകും. ഇനി 5-ാം അധ്യായത്തിലേക്ക് വന്നാൽ, അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടാൽ അവൻ കർത്താവിന് നിർമ്മല മണവാട്ടിയായി പരിണമിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അതാണ് 5-ാം അധ്യായം 26-27. തന്നെത്താൻ വെടിപ്പാക്കി, തന്നെത്താൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന നിർമ്മല കന്യക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ കന്യകാത്വം നഷ്ടപ്പെട്ടു പോകാതെ, അത് ലോകത്തിന് മുമ്പിൽ പണയപ്പെട്ടു പോകാതെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം കർത്താവിൻ്റെ വരവിന് വേണ്ടി. ഉത്തമമായ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് 5-ാം അധ്യായത്തിൽ പൗലോസ്, നമ്മളിനി അത് പഠിക്കുന്നുണ്ട്. ഓക്കെ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ എപ്പിസോഡുകൾ ഇനിയും നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു പ്രധാന സംഗതി ഇതാണ്. ഉത്തമമായ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് വിവരിച്ച അനന്തരം ഏറ്റവും ഒടുവിൽ പൗലോസ് കൊണ്ട് കുത്തി നിർത്തുന്ന ഇതാണ്, ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ച് അത്രേ പറയുക. അപ്പോൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ളതായിരിക്കുന്ന ആന്തരിക രമ്യതയുടെ അനുഭവത്തെ റോൾ മോഡൽ ആക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് നിർമ്മല കന്യകാത്വം. അത് യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദത്തിന് മുമ്പിൽ പണയപ്പെട്ടു പോകാതെ ഏകപുരുഷനോടുള്ള ഏകാഗ്രത. ആ പ്രയോഗം മറക്കല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട്, പ്രസംഗകരുണ്ട്, വേദവിദ്യാർത്ഥികളുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ വാചകത്തെ വിശേഷാൽ കുറിച്ച് മാറ്റണം. ഏകപുരുഷനോടുള്ള ഏകാഗ്രത. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു പ്രസംഗം ഉണ്ടാക്കൂ. ഏകപുരുഷനാരാ? ക്രിസ്തുവ. ആ ക്രിസ്തുവിനുള്ള ഏകാഗ്രത എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ നിങ്ങൾ പഠിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്ന ഒരു പ്രസംഗ ചിന്ത നിങ്ങളുടെ ഉൾത്തടത്തിലേക്ക് ഞാൻ കോറിയിടുകയാണ്. അപ്പോൾ അതാണ് നിർമ്മല കന്യക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അകത്ത മനുഷ്യന് ശക്തിയോടെ ബലപ്പെട്ടെങ്കിൽ നമ്മൾ ഏകപുരുഷനായി ക്രിസ്തുവിനുള്ള ഏകാഗ്രതയിൽ തന്നെ ജീവിക്കാനായിട്ട് കഴിയും. ഇനി 6-ാം അധ്യായത്തിലേക്ക് വരൂ. 6-ാം അധ്യായം അകത്ത മനുഷ്യൻ ശക്തീകരിക്കപ്പെട്ട ഒരുവനെ 6-ാം അധ്യായത്തിൽ വിശേഷിപ്പിക്കുന്നത് യുദ്ധക്കളത്തിൽ പിന്തിരിഞ്ഞു പോകാതെ ജയാളിയായി നിൽക്കുന്ന ഒരുവനായിട്ടാണ്. സർവായുധവർഗ്ഗങ്ങൾ ധരിച്ചുകൊണ്ട് എതിരെ ഉയർന്നു വരുന്ന സമസ്ത പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള അതിജീവന ശേഷി പ്രാപിച്ചിട്ട് കരുത്തോടെ നിൽക്കുന്ന ഒരു യോദ്ധാവ് ഉണ്ടോ? ശത്രുവിൻ്റെ സന്നാഹങ്ങളെ കണ്ടിട്ട് ഓടുന്നില്ല. നമുക്കറിയാം, പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ 1 ശമൂവേൽ 17-ാം അധ്യായം. അതിനകത്ത് 2 ഓട്ടങ്ങളുണ്ട്. ശൗലും അബ്നേർ അടക്കമുള്ള സകല പടയാളികളും ധീര സമരസേനാനികൾ മുഴുവനും ഗോല്യാത്തിൻ്റെ മുമ്പിൽ നിന്നോടി
എന്ന് വായിക്കുമ്പോൾ ദാവീദിനെക്കുറിച്ച് പറയുന്നത് അവൻ അണിക്ക് നേരെ ഓടിയെന്നാണ്. അതാണ് അകത്ത മനുഷ്യൻ ശക്തീകരിക്കപ്പെട്ടാലുള്ള ഏറ്റവും വലിയ ലക്ഷണം. അതാണ് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. അണിക്ക് നേരെ ഓടാൻ കഴിയുക. നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ നേരെ ചെല്ലാൻ പറ്റുക. അത് ഒരപാരമായിരിക്കുന്ന തൻ്റെ ഇടമാണ്. അതാണ് അകത്ത മനുഷ്യൻ്റെ ശാക്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എഫെസ്യ ലേഖനം 6 അധ്യായങ്ങളിലൂടെ അകത്ത മനുഷ്യൻ്റെ ശാക്തീകരണം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ വിശദീകരിച്ചത്. ഈ 6 ചിന്തകളും നമ്മുടെ ഹൃദയത്തിലേക്ക് നിരുപാധികം ഏറ്റെടുത്തുകൊണ്ട് അകത്ത മനുഷ്യൻ്റെ സംശുദ്ധമാർന്ന ആത്മീയതയുടെ കാവലാളുകളായി നമുക്ക് മാറാം. പ്രസംഗവും ശുശ്രൂഷയും എല്ലാം തന്നെ അത് ജീവിതത്തിലേക്ക് പകർത്താൻ, ജീവിതം പ്രസംഗമായി മാറാൻ. അങ്ങനെ വരുമ്പോൾ ഒരു മനസ്സിൽ നിന്നും നമ്മൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നില്ല, നമ്മൾ റോൾ മോഡലാകും. അതിന് കർത്താവ് എല്ലാ കൃപകളും ധാരാളമായി നമ്മുടെ ഓരോരുത്തരുടെയും മേൽ പകരട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക്, പ്രബോധനങ്ങൾക്ക് വിരാമമാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.